CJP പ്രതിഷേധത്തിൽ പ്രധാനമന്ത്രിയെ അപമാനിച്ചവർക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യം ശക്തം. പ്രധാനമന്ത്രിയെ അപമാനിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ബംഗാളിൽ പലയിടത്തും പ്രകടനം. കൊൽക്കത്തയിൽ മാധ്യമപ്രവർത്തകരും CJP അക്രമത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി. എന്നാൽ അക്രമങ്ങളിൽ FIR റദ്ദു ചെയ്യണമെന്നും ഇല്ലെങ്കിൽ വീണ്ടും സമരരംഗത്തിറങ്ങുമെന്നും പാറ്റ കൂട്ടവും പറയുന്നുണ്ട്. ആദർശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആദർശ്, എന്താണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ? ആര്യ, CJPയുടെ ഭാഗത്തു നിന്നും കേസുകൾ റദ്ദാക്കണം എന്നുള്ള ആവശ്യമുന്നയിച്ച് വീണ്ടും അക്രമ സമരം നടത്തും എന്നുള്ള മുന്നറിയിപ്പാണ് അവർ നൽകുന്നത്. അതേസമയം പശ്ചിമ ബംഗാളിലാകട്ടെ അവരുടെ ഈ പ്രകടനത്തിൽ നടന്ന അക്രമവുമായി ബന്ധപ്പെട്ട് അവരുടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് യാതൊരു ബന്ധവുമില്ല, സർക്കാർ ഇക്കാര്യത്തിൽ അന്വേഷിച്ച് നടപടി സ്വീകരിക്കണം എന്നുള്ള നിലപാടാണ് പശ്ചിമ ബംഗാളിലെ CJP നേതാക്കൾ സ്വീകരിക്കുന്നത്. അഭിജിത് ദീപ്കെ അടക്കമുള്ളവർ ബംഗാളിലും ബീഹാറിലും ഗോവയിലും അടക്കം ഈ FIRകൾ റദ്ദ് ചെയ്യണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോഴാണ് പശ്ചിമ ബംഗാളിലെ CJP നേതാക്കൾ അവിടെ നടന്ന അക്രമത്തിൽ സംഘടനയ്ക്ക് ബന്ധമില്ലെന്നും അക്രമം നടത്തിയവർ CJP പ്രവർത്തകരല്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും സർക്കാർ ഇക്കാര്യത്തിൽ അന്വേഷിച്ച് നടപടി സ്വീകരിക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. അവിടെ CJPയുടെ ഈ പ്രതിഷേധ പ്രകടനവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർക്ക് നേരെ വലിയ ആക്രമണമാണ് നടന്നത്. നിരവധി മാധ്യമപ്രവർത്തകർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും അന്വേഷിക്കണമെന്ന് പോലീസിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. 14ഓളം പേരെ മാധ്യമപ്രവർത്തകരെയും പോലീസിനെയും ആക്രമിച്ച സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിൽ ഇവർക്കാർക്കും വിദ്യാർത്ഥി സംഘടനകളുമായി ബന്ധമില്ല എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. അതിനിടയിലാണ് CJPയിൽ തന്നെ ഈ പശ്ചിമ ബംഗാൾ ഘടകവും അഭിജിത് ദീപ്കെ അടക്കമുള്ള നേതാക്കളും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയും പുറത്തു വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ഈ CJP പ്രകടനത്തിൽ മുദ്രാവാക്യം വിളികളും പ്രധാനമന്ത്രിയെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശവും നടന്നിരുന്നു. ഇതിനെതിരെയും കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പശ്ചിമ ബംഗാളിൽ വിവിധ ഇടങ്ങളിൽ പ്രതിഷേധം നടക്കുകയും ചെയ്തു. ഈ CJPയുടെ ഈ സമരത്തെ മറയാക്കിക്കൊണ്ട് പ്രധാനമന്ത്രിയെ അപമാനിക്കുന്ന ചിലർ രംഗത്ത് വരികയും അവർ സമൂഹ മാധ്യമങ്ങളിലും മറ്റും പ്രധാനമന്ത്രിയെ വിമർശിക്കുകയും പ്രധാനമന്ത്രിക്കെതിരെ മോശം പദപ്രയോഗം നടത്തുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ബംഗാളിൽ വിവിധ ഇടങ്ങളിൽ പ്രകടനം നടക്കുന്നത്. ആര്യ, വ്യക്തമാണ്. ആദർശാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.